എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഫാനിൽ ഹാങ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട്. നമസ്കാരം. അങ്ങനെ അവസാനം അത് സംഭവിച്ചു. ആ മനുഷ്യൻ പോയി. അപമാനം താങ്ങാനാവാതെ ആ മനുഷ്യൻ കയറി തൂങ്ങി ചത്തു. മനസ്സിലായല്ലോ? സമാധാനമായല്ലോ നിനക്കൊക്കെ സമാധാനമായല്ലോ. നിൻ്റെയൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് പാവം പിടിച്ചൊരു മനുഷ്യൻ എന്തോ എന്നെ ലൈംഗികപരമായിട്ട് തൊട്ടു എന്ന് കരുതി എന്ന് ആക്കി തീർത്തുകൊണ്ട് നീയൊക്കെ റീലിട്ടു. അവസാനം അയാൾ കയറി തൂങ്ങി. ഈ അപ്സയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്സയിൽ നിന്ന് തുടങ്ങി ഈ അപ്സ എന്ന് പറയുന്ന പെൺകുട്ടി റീലിട്ടല്ലോ. നമ്മളെല്ലാം വിമർശിച്ചുകൊണ്ട് ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് നോക്കണം, അതിന് ശേഷം അവളുടെ ഇൻസ്റ്റ ഭയങ്കര റീച്ചാണ്. അവളുടെ ഇൻസ്റ്റ ഭയങ്കര റീച്ചാണ്. അവൾക്ക് നല്ല ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത ഒരുത്തി വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബസ്സിൽ ഇതുപോലെ തന്നെ എവിടെ എന്ത് ചെയ്യുന്നു, ലൈംഗിക ചുവയോട് കൂടി ഒരാൾ തട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത ആ പയ്യൻ എന്ത് ചെയ്തു, ഇന്ന് അപമാനം താങ്ങാൻ വയ്യാതെ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. സമാധാനമാണ്. നിന്റെ കടി തീർന്നല്ലോ, അയാൾ തൂങ്ങി മരിച്ചു. ആദ്യം ആ വാർത്തകളിലേക്ക് കേൾക്കാം, അതിനുശേഷം നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വാർത്ത കേൾക്കാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. വരാത്ത കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപദേശമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ. എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളുടെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്ന്. അതൊരു റിക്വസ്റ്റാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതെന്നുള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട്. അവനെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. കേട്ടല്ലോ, ആ നാറി പെണ്ണിനെ ഇത് വെറും ഒരു കണ്ടന്റ് മാത്രമായിരുന്നു. ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ചെയ്ത് പബ്ലിക്കാക്കി, അവളുടെ ഫേസ് സഹിതം എടുത്ത് പബ്ലിഷാക്കി. അവസാനം എന്ത് ചെയ്തു, അയാള് നാണക്കേട് സഹിച്ച് അപമാനം സഹിക്കുക വയ്യാതെ അവസാനം കയറി തൂങ്ങി. ഇന്നലെ രാത്രി കയറി തൂങ്ങി. രണ്ട് അമ്മയ്ക്ക് ഒരേ ഒരു മകൻ എന്ന് പറയുന്നത്, ഒരു അനിയത്തി എന്തുകൊണ്ട് കെട്ടിച്ചു വിട്ടു എന്ന് പറയുന്നത്. ഇയാൾ കയ്യിലെല്ലാം കഴിച്ചിട്ടില്ല എന്നാണ് അറിവ്. മനസ്സിലായി. ഇന്നലെ തൊട്ട് ഇയാൾ അതിനുശേഷം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം ഇയാൾ വളരെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. പലരും പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പുള്ളിയെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇന്നലെ രാത്രി കയറി പുള്ളിക്ക് സഹിക്കാൻ വയ്യാതെ കയറി തൂങ്ങി. ഇനി ഈ ഒരാളുടെ ജീവൻ കൊടുക്കേണ്ടതായിട്ട് വന്നു ഈ പ്രഹസനമൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ സ്ഥിര പരിപാടി ഇതാണ്, മനസ്സിലായോ? സ്ഥിര പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇനി അതിന് മുമ്പേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ആ വീഡിയോ ഒന്നും കൂടി ഇവിടെ വയ്ക്കാം. അപ്പോൾ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്. കേട്ടോ, ഇയാളാണ് തൂങ്ങി മരിച്ചത്. ഇയാളെ കണ്ടോ, ഇയാൾ വെറുതെ നിൽക്കുകയാണ്. ഇവിടെ എന്തൊരു തേങ്ങയാണ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അവളെ മോഹം കണ്ടാൽ തന്നെ അറിയാം, ഒരു ക്രൂഡ് മൈൻഡ് ഈ പെണ്ണ്. ഈ പെണ്ണിനെ വേറെ എവിടെ നമുക്ക് എങ്ങനെ കണ്ടുപരിച്ചുള്ളതൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ നോക്കിയോ, കറക്റ്റ് കൊണ്ട് വെച്ചു കൊടുക്കണം. നീ തട്ടുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് തട്ടിത്തരാം എന്നുള്ള രീതിയിൽ കൊണ്ട് വെച്ചു കൊടുക്കണം. ഇപ്പം പുള്ളി തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്തെന്നാണ് പുള്ളി നോക്കുന്നത്. ഇവിടെ എന്തിനാ എനിക്കിങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ലാഘവത്തോടു കൂടിയാണ് ആ മനുഷ്യൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായതിനകത്ത്. മനസ്സിലായി. ഇങ്ങനെ തിരിഞ്ഞ് അവൾക്ക് വേണേൽ നേരെ നിൽക്കാം, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് അവളുടെ മാടം കൊണ്ട് ഇടിക്കുകയാണ് അതിനകത്ത്. എന്നിട്ടാണ് അവൾ റീൽ ഇട്ടത്. അതിനുശേഷം ഇവൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും റീലിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം മറ്റൊന്നുമല്ല, റീച്ച് ആകുക. എന്ത് തേങ്ങ പറഞ്ഞാലും ഇതുപോലെ കൊണ്ടുവന്ന് റീച്ച്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാം. സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെ ഞരമ്പന്മാർ ഇഷ്ടമാരി ഉണ്ട്. അവന്മാരൊക്കെ രക്ഷപ്പെടും. കാരണം ഇനി വേറൊരു പെൺകുട്ടി, ഇപ്പൊ ഇയാൾ ആത്മഹത്യ ചെയ്തു, മനസ്സിലായോ? ഇയാൾ ആത്മഹത്യ ചെയ്തു. ഇനി വേറൊരു പെൺകുട്ടിയുടെ നേർക്ക് ഇതുപോലുള്ള ഒരു ചൂഷണം നടന്നാൽ പോലും പുള്ളിക്ക് ആ പെൺകുട്ടിക്ക് എടുത്തിടാൻ ഇനിയിപ്പോ പേടിയായിരിക്കും. അത് കാരണം വന്നതിന് അങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന എവിടെയൊക്കെ പോലുള്ള കുറെ റീൽസിന് വേണ്ടി നടക്കുന്ന കുറെ തെണ്ടികളാണ്. അല്ലെ, കുറെ നാറി
പെൺകുട്ടികളുണ്ട് റീലിന് വേണ്ടി മാത്രം ചിത്രീകരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഇനി യഥാർത്ഥമായിട്ടുള്ള, അതായത് ഇതുപോലെ ഞരമ്പ് രോഗം കാണിക്കുന്ന ബസ്സിനകത്തുള്ളവർ അവന്മാരുടെ പൂണ്ട് വിളയായിട്ടായിരിക്കും. കാരണം പെൺകുട്ടികൾക്ക് ഇനി പേടിയായിരിക്കും, ഇതെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ പേടിയായിരിക്കും. കാരണം നാളെ ഇനി ഇവൻ കയറി തൂങ്ങുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും കൂടി എൻ്റെ തലയിൽ കയറും എന്നൊരു അവസ്ഥയിലേക്ക് വരുത്തണമല്ലോ. അതുപോലെ ഈ ബസ്സിനകത്തൊക്കെ ഒരു ക്യാമറ വെച്ചാൽ തീരാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. ബസ്സിനിപ്പം മറ്റേ AC, തേങ്ങ, മാങ്ങ, ഇലക്ട്രിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ബസ്സുകൾ അടിച്ചിറക്കണമല്ലോ. അതിനകത്ത് ഒരു ക്യാമറ വെച്ചാൽ ഇതിൻ്റെ ഒരു 90% അപ്പം തന്നെ ഈ ഒരു ഞരമ്പ് രോഗം അങ്ങ് തീരും. അപ്പോൾ ഇതൊന്ന് ഇനി 1-2 വോയിസും കൂടി ഞാൻ കേൾപ്പിക്കാം കേട്ടോ. പുള്ളി കോഴിക്കോടുള്ളതാണ്, നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവ് മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഫാനിൽ ഹാങ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണ, നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരെടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. നിങ്ങൾ മനസ്സിലായോ? ഇവരെ ഈ പുള്ളിയെ അറിയാമെന്നുള്ളവരെല്ലാവരും പറയുന്നത് പുള്ളി അങ്ങനെ ഒരു ഗ്ലൂമി ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി ഒരിക്കലും അത് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുള്ളി ഇങ്ങനെ ഒരു ആക്ഷേപം, പുള്ളിയുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ പുള്ളിക്കിൽ ഇങ്ങനെ വൈറലായപ്പോൾ ഈ പുള്ളി കയറി തൂങ്ങാണ്ടായിട്ട് വന്നത്. മനസ്സിലായോ? ഈ പുള്ളി എവിടെയോ ഈ പറയുന്ന ഈ ടെക്സ്റ്റൈൽസിൻ്റെ തുണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ സെയിൽസ്മാൻ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കടി തീർക്കാൻ വേണ്ടിയിട്ട്, നിനക്കൊക്കെ വൈറലാക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവനും ഒരു കുടുംബവുമാണ് തകർത്ത് കളഞ്ഞത്. ഓർക്കുക, ഒരു കുടുംബമാണ്. 2 അമ്മമാരും ഒരു അമ്മയും അച്ഛനും ഈ ഇങ്ങേരുമാണ്. വേറെ പണിയൊന്നുമില്ല. ഇവൻ്റെ ചെലവിനാണ് ആ കുടുംബം ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. അതാണ് സംഭവിച്ചത്. അവിടെയുള്ള ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നിങ്ങളുടെ ഈ വൈറലാകാനുള്ള റീല് കാരണം നഷ്ടപ്പെട്ടത്. ഞാൻ പറയുന്ന ഈ പെണ്ണിൻ്റെ പ്രൊഫൈലും പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഈ പെണ്ണിനെതിരെ കേസെടുക്കും. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഇനി ഒരുത്തികളും ഇതുപോലെ വൈറലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മാറം കൊണ്ട് തട്ടിക്കൊടുത്തിട്ട് മൂടും കൊണ്ട് തട്ടിക്കൊടുത്തിട്ട് അതിനെ എടുത്ത് ഷൂട്ട് ചെയ്ത് കൊണ്ടിട്ട വൈറലാവും. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം, ഇവിടെ പ്രൊഫൈലിൽ പോകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. എവളുടെ ഭാഗത്ത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ഈ എവളിലോട്ട് ഈ ആൾക്കാർ പോകുമ്പോൾ കുറേ ഭ്രാന്തന്മാർ ചെന്ന് ഇവരെ അങ്ങ് സബ് ചെയ്യും, ഇവരെ അങ്ങ് ഫോളോ ചെയ്യും, ഇവരുടെ റീൽ വൈറലാവും. അതാണ് അപ്സയ്ക്ക് സംഭവിച്ചത്. അപ്സ എന്ത് ചെയ്തു? ആ ഒരു സാധനം ഇട്ടതിന് ശേഷം അവൾ നല്ല റീച്ച് ആയതോ 11 കയ്യിൽ കിടന്ന് ഇപ്പോൾ 10-20,000 കെ എന്തോ ആയെന്നാ തോന്നുന്നു. ഞാൻ നോക്കി 16,000 എന്തോ ആയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് പിന്നെ അവൾ ഇടുന്നത് എന്താണ്, അവൾ ഇടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിക്കിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എവളുടെ കേസ്. നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിനക്കിതിന് എന്താണ് മറുപടി? എന്ത് പ്രായശ്ചിത്തമാണ് നീ ഇനി ചെയ്യാൻ പോകുന്നത്? എന്ത് പ്രായശ്ചിത്തം ചെയ്താൽ അങ്ങേർക്കൊരു ശാന്തി കിട്ടും? നീ എന്തൊക്കെ ചെയ്താലും നിന്റെ ഒരേ ഒരു സംഭവം കൊണ്ട് പൊലിഞ്ഞു പോയത് ഒരു ജീവനാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. നിങ്ങളുടെ വീട്ടിലാണോ, നിന്റെ അച്ഛനാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ, നിന്റെ സഹോദരനോ ആക്കെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എത്ര വേദന ഉണ്ടാവും? നിങ്ങൾ ചെയ്യൂ, ജെന്യൂൻ. ഇത് അതിൽ കണ്ട കൃത്യമായിട്ട് അറിയാം. അത് എവൾക്കും അറിയാം, ഇതിനകത്ത് ഒന്നുമില്ലെന്ന് അവൾക്ക് തന്നെ അറിയാം. അയാൾ വണ്ടടിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഒരു പെൺകുട്ടി എന്തിന് തന്റെ മാരണം തൻ്റെ അടുത്ത് കൊണ്ട് ഇങ്ങനെ അവൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കുക കൊണ്ട് ഇടിക്കുന്നത് എന്ന് വണ്ടടിച്ചാൽ പുള്ളി നോക്കുന്നത് എന്തൊരു പാടപ്പാന്നുള്ളത് പുള്ളി അറിയുന്നും കൂടിയില്ല. ഈ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊന്നും. ഇപ്പൊ എന്തായി? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട്, ഒരുപാട് വീഡിയോസ് അങ്ങനെ വന്നിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് അത് ചെയ്യണം. ആൾക്കാർക്ക് മനസ്സിലാവും ഇത് അതിന് വേണ്ടിയിട്ട് കൊണ്ടുറസാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുക. വന്ന് തട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈ പൊക്കി പിടിച്ചു കൊടുക്കുന്നു. എന്നാൽ ആൾക്കാർ പിടിച്ചോ, അല്ലെങ്കിൽ മൂഡ് കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ചരിഞ്ഞ് നിന്ന് കൊടുക്കുന്നു. നിനക്ക് എങ്ങനെയെങ്കിലും തട്ടിയിട്ട് പോടെ, എനിക്കൊന്ന് വൈറലാവട്ടെ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പൊ ഇതുപോലുള്ള വൃത്തികേട് കാണിക്കുന്ന, ഇതുപോലുള്ള നാരത്തരം കാണിക്കുന്ന, ഇതുപോലെ തെണ്ടിത്തരം കാണിക്കുന്ന പെൺകുട്ടികൾക്കെതിരെ കേസെടുക്കണമെന്നേ, കേസെടുക്കേണ്ടി വേണം. കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടേ. കേസിന് ഇപ്പൊ എൻ്റെ ഒരു വിഷമം വേറെ ഒന്നുമല്ല. ഇനി ഈ പറയുന്ന ബസ്സിനകത്ത് കിടന്ന, ഈ പറയുന്ന കോഴിത്തരം കാണിക്കുന്ന, ഈ പറയുന്ന ഞരമ്പ് രോഗികൾ കാണിക്കുന്ന അവന്മാർക്ക് ഇതൊരാച്ചാണ്. അവന്മാരിനി പൂണ്ട് വിളയാടും. മനസ്സിലായോ? കാരണം ഈ പെൺകുട്ടികൾ, ജെന്യൂൻ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇനി ഈ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനുള്ള പേടി ഉണ്ടാവും. അവരെങ്ങനെ എടുക്കും? എല്ലാവരും കൂടി ഇനി അവരെ പുറത്ത് കയറുന്നത് ഇത് ശരിയാണോ മറ്റതാണോ മറിച്ചോ, അതുകൊണ്ട് അവർ അത് നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഇതിൽ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കാനുള്ളത്. അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം ഒരാള്
തൻ്റെ ജീവൻ കളയുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം ആ വേദന പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കണം. എന്തുമാത്രം അപമാനം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും നിങ്ങളുടെ റെയിലിന് വേണ്ടിയിട്ട് ഒരു ജീവൻ അങ്ങ് പോയപ്പോൾ സമാധാനമായല്ലോ മാറിയത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.